സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു വൈൻഡപ്പ് ചെയ്തത്. ഇനി ആ ചാപ്റ്റർ തന്നെ നെക്സ്റ്റ് സെക്ഷൻ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. Certain laws which governs the chemical combination are called laws of chemical combination. കെമിക്കൽ കോമ്പിനേഷൻ റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് എങ്ങനെയൊക്കെയെന്ന് കണ്ടുപിടിക്കുന്ന കുറച്ച് നിയമങ്ങൾ ഉണ്ട്. ആ നിയമങ്ങളെയാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ദ്രവ്യ സംരക്ഷണ നിയമം. ഈ ലോ പ്രപ്പോസ് ചെയ്തത് അന്റോണി ലാവോസിയർ എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റാണ്. അന്റോണി ലാവോസിയർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്. അപ്പോൾ അത് പഠിക്കണം നിങ്ങൾ. ദിസ് ലോ വാസ് പ്രപ്പോസ്ഡ് ബൈ അന്റോണി ലാവോസിയർ. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കിയിട്ട് നമുക്ക് ഈ ലോ സ്റ്റേറ്റ് ചെയ്യാം. ഫസ്റ്റ് എക്സാമ്പിൾ, C+O2 ഗീവ്സ് CO2. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന എക്സാമ്പിളാണ്. കാർബൺ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഇതിൽ ആറ്റോമിക് മാസ് ഓഫ് കാർബൺ ഈസ് ഈക്വൽ ടു 12. നിങ്ങൾക്കറിയാം ഒരു ഓക്സിജൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ആണ്. അതുകൊണ്ട് O2 എന്ന് പറയുമ്പോൾ 2 ഓക്സിജൻ ഉണ്ട്. അതുകൊണ്ട് അവയുടെ രണ്ടിൻ്റെയും കൂടി മോളിക്കുലാർ മാസ് ആകുമ്പോൾ 32 ആണ്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ പഠിക്കണം കാണാതെ. ഒരു കാർബണിൻ്റെത് 12ഉം ഓക്സിജൻ 2 ഉള്ളത് കൊണ്ട് 32 ആകുമ്പോൾ ടോട്ടൽ എന്ന് മാസ്, മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 44 ആണ്. ഇനി നമ്മൾ സപ്പോസ് ചെയ്യുക 12 ഗ്രാം ഓഫ് കാർബൺ എടുക്കുക, 32 ഗ്രാംസ് ഓഫ് ഓക്സിജൻ എടുത്തു. അങ്ങനെ നമ്മൾ 44 ഗ്രാംസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പം നമുക്കെന്ത് പറയാൻ പറ്റും? ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. 12ഉം 32ഉം ടോട്ടൽ എത്ര കിട്ടി? നമ്മൾ 44 ഗ്രാം. അപ്പം നമുക്ക് ഇവിടെ എങ്ങനെ പറഞ്ഞൂടെ? 44 ഗ്രാംസ് റിയാക്റ്റൻസ് കൺസ്യൂം ചെയ്യുക അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ടാണ് 44 ഗ്രാംസ് പ്രോഡക്റ്റ് ഉണ്ടായതെന്ന് പറഞ്ഞൂടെ? 44 ഗ്രാംസ് റിയാക്റ്റൻസ് കൺസ്യൂംഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഫോംസ് 44 ഗ്രാംസ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയാമല്ലോ. അതേപോലെ നമുക്കൊരു എക്സാമ്പിളും കൂടി നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾ പറയാം. H2 പ്ലസ് ഹാഫ് O2 ഗീവ്സ് H2O. വാട്ടർ മോളിക്യൂൾ ഉണ്ടാകുന്ന റിയാക്ഷൻ H2. അതേപോലെ ഒരു ഓക്സിജൻ മോളിക്യൂളിൻ്റെ ഹാഫ് O2 ഗീവ്സ് H2O. ഇവിടെ നമുക്ക് മോളിക്കുലാർ മാസ് ഓഫ് ആറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ 1 ആണ്. 2 ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് 2 ഗ്രാം. ഒരു ഓക്സിജൻ്റെ 16, ഹാഫ് O2 എന്ന് പറയുമ്പോൾ എത്ര വരുള്ളൂ? ഒരു O2വിൻ്റെ പകുതി, അതായത് O16. അതേപോലെ ഇത് മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ നമുക്കറിയണം 18 ആണ്. കാരണം 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടിയാൽ 18 കിട്ടുക. അപ്പോൾ നമുക്ക് ഈ റിയാക്ഷന് നോക്കി നോക്കി ഈ സൈഡ് ആഡ് ചെയ്ത് നോക്കി 18 കിട്ടി. ഇവിടെ 18. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 18 ഗ്രാംസ് റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്ത് 18 ഗ്രാം പ്രോഡക്റ്റ് ഉണ്ടായി എന്ന് പറയാൻ പറ്റുമല്ലോ. ഇതാണ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇനി നമുക്ക് ഈ ലോനെ ഒന്ന് സ്റ്റേറ്റ് ചെയ്ത് നോക്കാം. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് amount of reactants consumed in a chemical reaction is equal to amount of product formed in that reaction. ഒരു കെമിക്കൽ റിയാക്ഷനിൽ എത്രമാത്രം എമൗണ്ട് റിയാക്റ്റൻസിനെയാണ് കൺസ്യൂം ചെയ്തത് എങ്കിൽ അത്രമാത്രം എമൗണ്ട് പ്രോഡക്റ്റ് ആ റിയാക്ഷനിൽ ഉണ്ടാകും. ഈ നിയമത്തെയാണ്
ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഊർജ സംരക്ഷണ നിയമം, ലോ കൺസർവേഷൻ ഓഫ് എനർജി. അതെങ്ങനെയാണ് പഠിച്ചത്? എനർജി നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതേപോലെ ഈ ദ്രവ്യ സംരക്ഷണ നിയമവും നമുക്ക് പറയാൻ പറ്റും. എങ്ങനെ പറയാം? ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ദ്രവ്യം അഥവാ മാറ്ററിനെ മാസിനെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ഇവിടെ നമുക്ക് പുതുതായിട്ട് മാസ് ഉണ്ടാക്കിയിട്ടില്ല, പുതുതായിട്ട് ഒരു മാസ് ഉള്ളത് കളയാനും പറ്റിയിട്ടില്ല. ഇതിനെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പം എങ്ങനെ നമുക്കത് ഒരു തരത്തിലും കൂടി സ്റ്റേറ്റ് ചെയ്യേണ്ടത്? ദിസ് ലോ ക്യാൻ ആൾസോ ബി സ്റ്റേറ്റഡ് ആസ് മാറ്റർ ക്യാൻ neither be created nor be destroyed. ദ്രവ്യത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ഈ രണ്ട് ലോസും നിങ്ങൾ ഈ രണ്ട് തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ ഈ ലോയിൽ പഠിക്കണം. കാരണം നീറ്റ് എക്സാമിനേഷനൊക്കെ നിങ്ങളോട് ഈ ലോ സ്റ്റേറ്റ് അവർ ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് ഈ ലോയുടെ പേര് പറയുക. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതണം. ഇതിൽ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ഏത് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാലും ശരിയാണ്. ഇപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ എന്തെഴുതി? ദീസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് മാറ്റർ ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് എഴുതിയാലും ശരിയാണ്. മിക്കവാറും ഇത് നിങ്ങളുടെ എക്സാമ്പിൾസ് ഇതേപോലെ ചോദിക്കും. എന്നിട്ട് ഇതിന് ഏത് ലോയാണ് എന്നാൽ വിച്ച് ലോ എക്സിസ്റ്റിംഗ് ബിഹൈൻഡ് ദിസ് റിയാക്ഷൻ എന്നാണ് ചോദിക്കുക. എന്നിട്ട് അതിൽ തന്നെ ചോദിക്കും, ഹൂ പ്രപ്പോസ്ഡ് ദിസ് ലോ? ആരാണ് ഈ നിയമം കൊണ്ടുവന്നത്? സ്റ്റേറ്റ്സ് ദാറ്റ് ലോ. അപ്പം നിങ്ങൾ പഠിക്കുമ്പോഴും പഠിക്കേണ്ട, നോട്ടിൽ എഴുതിയത് ലാസ്റ്റാണ് എക്സാമ്പിൾ എഴുതിയെങ്കിലും ഫസ്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കേണ്ടത് എക്സാമ്പിൾ പഠിച്ചിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തേണ്ടത്. ആദ്യം എക്സാമ്പിൾസ് പഠിക്കുക, അത് മനസ്സിലാക്കുക, എന്നിട്ട് ലോ സ്റ്റേറ്റ് ചെയ്യുക. ഓക്കെ.